get bed coffee. Hello everyone, welcome back to my YouTube channel. I hope all of you are doing great. ഞങ്ങളുടെ ഒരു വീക്കെൻഡ് കണ്ടാലോ? വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 9:45 ആൽബിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഇഡ്ഡലിന്ന് എഴുന്നേറ്റത്. മിനിമം ഒരു 500 സബ്സ്ക്രൈബർ എങ്കിലും ആവാണ്ടേ എങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വർക്ക് എടുക്കാന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അത് നടന്നത്. പിന്നൊന്നും നോക്കിയില്ല. കാണാൻ നല്ല വെയിലാണെങ്കിലും ശരിക്കും തണുപ്പുണ്ട്. കൈൻ്റെ അറ്റൊക്കെ ഇങ്ങനെ മരച്ചോണ്ടിരിക്കുക. ഒരു 3-4 ദിവസമായിട്ട് ഇപ്പോൾ രാവിലെ ഇതൊക്കെ ചിയാ സീഡ് കുടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എത്ര ദിവസം പോകുന്നറിയില്ല. നോർമലി ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് തീരാണ്ട് ഞാൻ അവിടെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യില്ല കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് എന്തായാലും തയ്യൽ നടക്കില്ല. പിന്നെ ഇന്ന് കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം ഒതുക്കി വെക്കുക. കാര്യം ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ആണെങ്കിലും തയ്ക്കാൻ തുടങ്ങിയതോടെ ഇത് എൻ്റെ വർക്ക് ടേബിളായി മാറി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ആരെങ്കിലും വരുമ്പോൾ അല്ലാണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കലില്ല. ഫോൺ അടിക്കുക, എൻ്റെ അല്ല ആൽബിൻ്റെ. കാപ്പി കുർത്ത നീല ഡാർക്ക് ബ്ലൂ അല്ല, ഒരു ബ്ലൂവിന്റെ ഒരു പക്ഷെ ഇത് നമ്മൾ ഓൾറെഡി കുടിച്ചല്ലേ? കുടിച്ചു. ഇത് നാളത്തേക്കുള്ളതാണ്, ഇന്നത്തെ കഴിഞ്ഞു. ഡിഷ് വാഷർ അൺലോഡിങ് ആൻഡ് റീലോഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പകുതി സമയം ഞാൻ ഇതിനെക്കുറിച്ച് മറന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സമയമുണ്ട്, മടിയും ഇല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പ്ലേറ്റ്സ് എല്ലാം വാഷ് ചെയ്ത് അങ്ങനെ വെക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ദിസ് ഇസ് എ ലൈഫ് സേവർ. ഈ ബുക്ക് ഫുള്ള് തീർക്കാനുണ്ട്. ഇതൊന്നും നിന്റെ ഡേ ഇൻ ലൈഫിൽ വരില്ല. You are my life. No, it's more about what you are doing on your day. But you are my life. No. എന്തുകൊണ്ടാണ് ആൽബി എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ വരേണ്ടത് എന്ന് ഞാൻ അവന് കുറേ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. But yeah, I failed. That's alright. He's still going to be there. അത്യാവശ്യം ഗ്രോസറി എല്ലാം തീർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് കുക്കിംഗ്. നമുക്ക് കുറച്ച് ഗ്രോസറി വാങ്ങണം, പിന്നെ മലയാളി കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇന്ന് നമുക്കൊരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ ഉണ്ട്. ആൻഡ് ഐ വിൽ ബി മേക്കിംഗ് പിടി. ഞാൻ ആദ്യമായിട്ടൊരു പിടി ഉണ്ടാക്കുന്നത്. പിടി ഉരുട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. നമുക്ക് ട്രൈ ദാറ്റ് ടുഡേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിടി. എനിക്കിഷ്ടമാണ്. എടുത്തില്ല പേഴ്സ്? ഓ, കോയിൻ എടുത്തില്ല. ഓക്കെ. ചില സ്റ്റോഴ്സിൽ ഇവിടെ കോയിൻ ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഷോപ്പിംഗ് കാർട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ കയ്യിൽ കോയിൻ ഉണ്ടായിരുന്നില്ല. ഒന്നും അല്ലാണ്ട് കൈ പിടിക്കുന്ന കാർട്ട് അല്ലെങ്കിൽ എടുക്കാൻ പറ്റും. 8 degrees ഉള്ളൂ. Like this when it's sunny but it's not hot. I'll be so excited. അവൻ ഓടിയാണ് with this car. ആണ് സൈബർ ട്രക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരെ കാണുന്നത്. TV ഞാൻ കണ്ട് മടുത്ത്. TV എല്ലാം കണ്ടു കിട്ടിയ അറിവ് മൊത്തം പറഞ്ഞു കൊടുക്കാൻ ഒരു ചാൻസ് ആയിട്ട് എടുത്ത് ആൽബി ഇതെല്ലാം ആ ചേട്ടനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അയാൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമ്മൾ കാർട്ടിലിടാൻ കോയിൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? നമ്മൾ സ്റ്റോറിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു ലേഡി ഇങ്ങോട്ട് വന്ന് നമുക്ക് കാർട്ട് ഓഫർ ചെയ്തു. എനിക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അത് റെസ്റ്റോറൻറ്റ്സിലെല്ലാം ചെല്ലുമ്പോൾ പാസ്തയ്ക്ക് 2 ഓപ്ഷൻസ് തരുമായിരുന്നല്ലോ, സ്പാഗറ്റി ഓർ പെന്നെ. ഇവിടെ സ്റ്റോഴ്സിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഓരോ തവണ ഓരോന്ന് ട്രൈ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയത് ഡെറ്റലീനി. ഭയങ്കരമായിട്ട് ഇപ്പം
അടുത്ത് ഞങ്ങൾ മലയാളിക്കടയിലാണ് വന്നത്. നമ്മളിവിടെ തേങ്ങ ഇങ്ങനെ ഗ്രേറ്റഡ് ആയിട്ടോ വാങ്ങുന്നത്. ഫ്രീസറിൽ വെച്ചാൽ മതി, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. ഇവിടെ റെഡിമെയ്ഡ് പിടി ഉണ്ടായിരുന്നു. ഒരു നിമിഷം എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടി ഇത് വാങ്ങണോ എന്നാലോചിച്ച്. പക്ഷെ വേണ്ട, ഞാൻ സ്വന്തം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മിനി ഒരെണ്ണം മതി, ഞാൻ കുറച്ച് വയ്ക്കുള്ളൂ. കേരള ഫിഷ് കറി, ടേസ്റ്റി നിബിൾസിന്റെ കപ്പ പുഴുക്ക്, ഇത് മീൻകറി. ഇത് കഴിക്കുമ്പോൾ നല്ല വിശപ്പുണ്ട്. ടേസ്റ്റി നിബിൾസിന്റെ ഫിഷ് കറീസ് എല്ലാം തന്നെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. കപ്പ ആദ്യമായിട്ടാണ് നോക്കുന്നത്. ശരിയുള്ളൂ, വേറെ ഒരു പാക്കേജും കൂടി വാങ്ങി. ഇതൊന്ന് പൊടിച്ചിട്ട് ഇടണോ കപ്പ? ചൂടാക്കാൻ വെക്കൂല്ലേ? എന്നിട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് പൊടിക്കാനല്ലേ? അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വാങ്ങിയ സാധനം എല്ലാം എടുത്ത് അടുക്കി വെക്കുകയാണ്. കാണാൻ ചെറുതാണെങ്കിലും നല്ല ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ആ കപ്പ കഴിച്ചു തീർക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം കുറേ ഉണ്ടായിരുന്നു. ചെറുപ്പറ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണല്ലോ, അപ്പം അതെന്തായെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആൽബി മെല്ലെ പണിയെല്ലാം തുടങ്ങി. എഴുതി പഠിച്ചത് ആൽബിൻ ടെലിഫോണിലാണ്. ഞാൻ ഈ ഡ്രസ്സെല്ലാം മാറി എൻ്റെ പണി തുടങ്ങണം. ഞാനാണ് പിടി ഉണ്ടാക്കേണ്ടത്. അയ്യോ, ഞാൻ ഇപ്പൊ എത്ര കപ്പിട്ടു? 2 കപ്പല്ലേ ഇട്ടുള്ളൂ. മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് കളയാൻ പോവാം. പിടി ഇസ് റെഡി. ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. So let's go to the pool. 5:15 വീക്കിലി ഒരു 2-3 ടൈംസ് എങ്കിലും നമ്മൾ വരും കേട്ടോ ഇവിടെ. എല്ലാ ദിവസവും തല കഴുകാറില്ല കേട്ടോ, അതുകൊണ്ട് ഇന്ന് പൂളിൽ ഇറങ്ങാൻ പറ്റിയ ദിവസമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ജക്കൂസിയിൽ മാത്രം പോകത്തുള്ളൂ. ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഈ ടൈം എനിക്ക് ഭയങ്കര ക്വാളിറ്റി ടൈമായിട്ട് തോന്നാറുണ്ട്. വീട്ടിലിരിക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരുന്ന് ഇച്ചിരി മീനിങ് ഫുൾ ടോക്സ് ഒക്കെ നടത്തുന്ന ഇവിടെ വരുമ്പോഴാണ്. സോ ദിസ് ഇസ് വൺ മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ഡേ. കഴിഞ്ഞു, തിരിച്ചു പോവാണ്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേക്കും ആദ്യത്തെ അലത്തി. ഇതാണ് അഖിൽ, ആൽബിന്റെ കൊലീഗാണ്. നമ്മൾ ഇപ്രാവശ്യം ഒരു പോട്ട്ലക്കാണ് നടത്തുന്നത്. പള്ളിയിൽ ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്, ഓരോരുത്തർ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നത്. അതിനിവിടെ പറയുന്ന പേരാണ് പോട്ട്ലക്ക്. ബാക്കിയുള്ളവർ വരാൻ ഇനിയും ടൈം ഉണ്ടായിരുന്നു. സോ ആ സമയത്തിനുള്ളിൽ ഞാൻ കുറച്ച് പോപ്കോൺ റെഡിയാക്കി. എനിക്ക് പോപ്കോൺ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇടയ്ക്ക് വേർഡിൽ കളിക്കാറുണ്ട്, അപ്പം അതിൻ്റെ ചെറിയൊരു കോമ്പറ്റീഷൻ നടത്തിയതാണ്. ആസ് യൂഷ്വൽ ഞാൻ ജയിച്ചിരിക്കുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെത്തി. മീനാക്ഷി, ശ്രീനാഥ് ആൻഡ് സുബീന്ദ്രൻ. ഇവരെല്ലാവരും ആൽബിന്റെ എക്സ് ഹൗസ് മേറ്റ്സ് ആയിരുന്നു. ചിക്കൻ, ബീഫ്, ഫിഷ്, അങ്ങനെ എല്ലാം വേറെ വേറെ ഐറ്റംസ് തന്നെയായിരുന്നു. മീനാക്ഷിയൊക്കെ നല്ലോണം കുക്ക് ചെയ്യുന്ന ആളാണ്. ഫുഡിന്റെ കാര്യം ഒന്നും പറയാനില്ല, സൂപ്പർ പറഞ്ഞാൽ വയറ് നിറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊന്ന് നടക്കാൻ പോയി, തിരിച്ചു വന്ന് ബാക്കിയും കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചു. എനിക്ക് ഇങ്ങനത്തെ കാർഡ് ഗെയിംസ്, ബോർഡ് ഗെയിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൽബിയാനെ നേരെ ഓപ്പോസിറ്റ്, അവൻ ഇതൊന്നും ഇഷ്ടമേ അല്ല.
അതിന് മെയിൻ റീസൺ ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ അവന് ഇതുവരെ പറ്റിയിട്ടില്ല. അതായത് എല്ലാ ഗെയിമിലും ഞാനാണ് ജയിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അവന് മടി. ആൽബിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. സമയം 1:30 ഇനി എനിക്ക് ദോശക്ക് മാവ് അരയ്ക്കണം. ഞാൻ കുറച്ച് കലക്കി വെച്ചിരുന്നു. യൂട്യൂബിൽ ആദ്യമായിട്ട് ഞാൻ ഇട്ട ഒരു ഷോർട്സിന് നല്ല വ്യൂസ് കിട്ടിയിട്ടോ. ഞങ്ങൾ അതിൻ്റെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു ഇങ്ങനെ റിഫ്രഷ് ചെയ്യുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ. So today was a Saturday, tomorrow is a Sunday. Good night. Good night Nora. Good night. ആരെങ്കിലും അവസാനം വരെ ഇരുന്ന് കാണാൻ നിങ്ങളുടെ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ thank you so much for watching my video. Until next time, bye bye.